ഈ വിറകടുപ്പിന്റെ ഒരു കഥ എനിക്കും പറയാനുണ്ട്. കാര്യം ഇച്ചിരി വിഷമം ഉള്ളതാണ്. ഞാൻ 9ലും ചേട്ടായി 10ലും പഠിക്കുമ്പോൾ അന്ന് ഗ്യാസ് ഒന്നും ഇല്ലായിരുന്നു. ഒരു ഉച്ച സമയം. അന്ന് കോഴിത്തിരുത്ത് അമ്പലത്തിൽ ഉത്സവമായിരുന്നു. ഞാനും ചേട്ടായും സുനിൽ ചേട്ടനും ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് ഞാൻ തീ പൂട്ടി ചായ വെച്ച് തിളയ്ക്കാൻ പോകുന്നതിന് മുൻപ് ചേട്ടായിക്ക് ഉണക്കമീൻ വറക്കണം. ഞാൻ പറഞ്ഞു, ചായ ഇപ്പോൾ തിളയ്ക്കും, എന്നിട്ട് ഉണക്കമീൻ വറക്കാമെന്ന്. ചേട്ടായി സമ്മതിച്ചില്ല. ഞാനും ചേട്ടായും ഇടിയായി. അറിയാതെ ഞാൻ ചേട്ടായിയെ ഉന്തി ചേട്ടായി നേരെ അടുപ്പിന്റെ വിറകിൽ പോയിരുന്നു. ചൂടുവെള്ളം ചേട്ടായിയുടെ ബാക്കിലും വീണു. അപ്പോഴത്തെ ആ ടെൻഷനിൽ ഞാൻ പേസ്റ്റ് എടുത്ത് ചേട്ടായിയുടെ ബാക്കിൽ തൂത്തു. തൊലിയും പോയി. ഞാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന് ചേട്ടായി പറയുമ്പോൾ അന്ന് ആ സമയം എനിക്ക് വല്ലാത്ത വേദനയും കുറ്റബോധവുമായിരുന്നു. ഈ സംഭവം നടക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ജോസ്മി ചേച്ചിയും ഉണ്ടായിരുന്നു. ജോസ്മി ചേച്ചിയുടെ അമ്മ മേരിയമ്മ എന്തൊക്കെയോ പച്ചമരുന്നൊന്ന് തേച്ചു കൊടുത്തു. അന്ന് രാത്രി മേജു ചേട്ടൻ, അതായത് ജോസ്മി ചേച്ചിയുടെ ചേട്ടൻ, മാംഗോ ജ്യൂസൊക്കെ മേടിച്ചു കൊണ്ടുവന്നത് ഇന്നും ഞാൻ ഓർക്കുന്നു. ചേട്ടായി 10th എക്സാം നിന്നാണ് എഴുതിയത്. ചേട്ടായിയോട് ഈ അവസരത്തിൽ ഞാൻ പറയാണ്, മനഃപൂർവ്വം അല്ല, അറിയാതെ പറ്റിപ്പോയതാ. ചേട്ടായിയുടെ ആ അവസ്ഥ കണ്ട് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അതോർത്ത് കരഞ്ഞുപോയി.